ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR കോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇടിയപ്പം നമ്മുടെ എല്ലാവരും ഫേവറേറ്റാണ്. പക്ഷേ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൈ വേദനിക്കുന്നു, അതുപോലെ തന്നെ മാവ് മുകളിലോട്ട് കയറി വരുന്നു, ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് നേരിടാം. നല്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടാൻ വേണ്ടി നമ്മൾ സ്പെഷ്യൽ സീക്രട്ട് ചേരുവ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ടിപ്പും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അളവിൽ ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ഗ്ലാസ് അളവിൽ 1.5 ഗ്ലാസ്സിനുള്ള അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അളവിൽ 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ദിവസം മുഴുവൻ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കിട്ടാൻ വേണ്ടി നമ്മൾ സ്പെഷ്യൽ ചേരുവ ചേർക്കുമെന്ന് പറഞ്ഞല്ലോ, അത് കോൺഫ്ലവറാണ്. 2 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് 3 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലവർ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ടാക്കി ഒന്ന് മൂടി വയ്ക്കാം, മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി. മാവ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് തന്നെയായിട്ട് കിട്ടിയേക്കണേ. നമുക്കിനി കൈ ഉപയോഗിച്ച് ഒന്നും കൂടെ കുഴച്ചെടുക്കേണ്ട പോലും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ സാധാരണ നമ്മളെല്ലാവരും ഇടിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ മുകളിലോട്ട് മാവ് കുറച്ചിങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് കയറി വരാറുണ്ട്. അത് പിന്നെയും നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്ക് ഇതേപോലത്തെ ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതേപോലത്തെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്പോ എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. സേവനാഴി വെച്ചതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകിൽ കത്തി ചൂടാക്കിയോ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചോ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ രീതിയിൽ ഒന്ന് കട്ടാക്കി എടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ ആ രീതിയിലൊന്ന് കത്രിക ഉപയോഗിച്ചൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊക്കെ ഒന്ന് തടവി നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് അതിലോട്ട് നിറച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം. ചെറിയൊരു ചൂടുണ്ട്. ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മൾ നിറച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ചൂട് കാരണം ഞാൻ കുറേശ്ശെ മാവ് എടുക്കണം. മുകളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം. നമുക്ക് അച്ചിനേക്കാളും കുറച്ചും കൂടെ വലുപ്പം വേണം കേട്ടോ, എന്നാലും കറക്റ്റായിട്ട് പറ്റുള്ളൂ. ദേ ഞാനൊരു ഇഡ്ഡലി പാത്രം തട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലോട്ട് തേങ്ങയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് കൈ വേദനിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഞാൻ മൊത്തത്തിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതേ കേട്ടോ, മുകളിലോട്ട് അധികമൊന്നും കയറി വന്നിട്ടില്ല, ഒരു സ്വല്പമാണ് കയറി വന്നിട്ടുള്ളൂ. ഞാനിപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല നൂല് പോലെയായിട്ട് കിടക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെയായിട്ടാണ് കിട്ടിയേക്കുന്നത്. നിങ്ങളും ഞാൻ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല മഞ്ഞക്കെട്ട് പോലെയുള്ള ഇടിയപ്പം നമുക്ക് കിട്ടും, ഒട്ടും കൈയൊന്നും വേദനിക്കാതെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.